ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രോസസ് തിയറീസിനെ കുറിച്ച് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട രണ്ട് തിയറീസാണ് ഇക്വിറ്റി തിയറിയും അതേപോലെ തന്നെ റൂംസ് എക്സ്പെക്റ്റൻസി, ബാലൻസ് എക്സ്പെക്റ്റൻസി തിയറിയും വരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഇക്വിറ്റി തിയറി എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ജെ സ്റ്റേസി ആഡംസ് ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വിറ്റി തിയറിയിൽ പ്രധാനമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത് മോട്ടിവേഷൻ അറൈസ് ഔട്ട് ഓഫ് സിമ്പിൾ ഡിസയർ ടു ബി ട്രീറ്റഡ് ഫെയർലി. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ട് തന്നെ നമ്മളെ പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. കാരണം നമ്മളൊരു മോട്ടിവേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചാൽ അതിൻ്റെ റിസൾട്ട് എനിക്ക് ഇത്ര ശമ്പളം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് അവിടെ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഡിസയർ എന്താണോ അതിന് ആനുപാതികമായിട്ട് തന്നെ നമ്മൾ അതിൽ ഫെയർ ആയിട്ട് ന്യായമായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു സിദ്ധാന്തമാണ് ഇക്വിറ്റി തിയറി എന്ന് പറയുന്നത്. ഇക്വിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ ഇൻഡിവിജ്വൽസ് ബിലീഫ് ദാറ്റ് ഹി ഈസ് ബീങ് ട്രീറ്റഡ് ഫെയർലി റിലേറ്റീവ് ടു ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് അതേഴ്സ്. ഇവിടെ നമ്മൾ ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യമായത്, ഇക്വിറ്റി, സമത്വം, അതൊക്കെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് സമത്വം? ഒരു ഇൻഡിവിജ്വലിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ഏറ്റെടുത്ത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് ന്യായമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഒരു മൂല്യം ഉണ്ടാവുമല്ലോ, അതിന് ആനുപാതികമായിട്ട് തന്നെ എനിക്ക് റിവാർഡ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എനിക്ക് അതിന് സാലറി കിട്ടുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെ നമുക്കും കിട്ടാനുള്ളൊരു അവകാശം, അതിനാണ് ഇക്വിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് പറയുന്നത്. ഫസ്റ്റ്, ആൻ ഇൻഡിവിജ്വൽ ഇവാലുവേറ്റ് ദ വേ ഹി ഈസ് ബീങ് ട്രീറ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അപ്പം നമ്മളൊരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ നമ്മൾ നോക്കുകയാണ്, ഈ ഒരു ഓർഗനൈസേഷനിൽ എനിക്ക് എത്ര ശമ്പളം കിട്ടും, എന്ത് വർക്കാണ് ഞാനിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം ദ വേ ഹി ഈസ് ബീങ് ട്രീറ്റഡ്. എങ്ങനെ ആ ഓർഗനൈസേഷൻ എന്നെ കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യുന്നു. എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന വർക്ക് എന്താണോ അതിന് തുല്യമായിട്ടുള്ള പ്രതിഫലം അവർ തരുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. രണ്ടാമത്, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ടു ചൂസ് എ കോവർക്കർ ഹു സീംസ് ടു ബി ഇൻ എ റഫ്ലി സിമിലർ സിറ്റുവേഷൻ ആൻഡ് ടു ഒബ്സർവ് ഹൗ ആൻ ഓർഗനൈസേഷൻ ട്രീറ്റ്സ് ഹിം. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന, ആദ്യം നമ്മൾ ഓർഗനൈസേഷൻ നമ്മളെ എങ്ങനെ കാണുന്നു നോക്കുക, ഒപ്പം തന്നെ ഇതേ ജോലി ചെയ്യുന്ന ഒരു കോവർക്കറെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയോട് എങ്ങനെയാണോ ഓർഗനൈസേഷൻ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. ഒരേ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു കോവർക്കറേയും കൂടി സെലക്ട് ചെയ്യാം. മൂന്നാമത്തേല്, ഇൻ ദ ക്രൂഷ്യൽ സ്റ്റെപ്പ് ഓഫ് ഇക്വിറ്റി തിയറി ഓഫ് ആൻ ഇൻഡിവിജ്വൽ കമ്പയർസ് ദ ടു ട്രീറ്റ്മെൻറ്റ്. മൂന്നാമത്തെ പ്രോസസ്സിൽ ചെയ്യുന്നത് നമ്മളെയും നമ്മളുടെ അതേ ജോലി ചെയ്യുന്ന മറ്റൊരു വ്യക്തിയെയും കമ്പയർ ചെയ്യുക. അതാണ് മൂന്നാമത്തെ പ്രോസസ്സിൽ പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പിൽ വരുമ്പം ഹി ഇവാലുവേറ്റ് എ സെൻസ് ഓഫ് ഇക്വിറ്റി ടു സീ ഇഫ് ദ ടു ട്രീറ്റ്മെൻറ്റ് സീം സിമിലർ ഓർ ഇഫ് ദേ ആർ ഡിഫറെൻറ്റ്. കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ മനസ്സിലാവും എന്നെയും അവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇക്വിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തുല്യമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ റിട്ടേൺ നമുക്ക് തരിക. അതുപോലെ നമ്മൾ ചെയ്യുന്ന അതേ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണോ നമ്മളെയും ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള റൈറ്റ് നമുക്ക് അവിടെ ഉണ്ട്. ഇതിനെയാണ് ഇക്വിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആഡം സജസ്റ്റ് ദാറ്റ് എംപ്ലോയി മേക്ക് ദീസ് കമ്പാരിസൺ ബൈ ഫോക്കസിങ് ഓൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്കം റേഷ്യോ. ഈ ഒരു തിയറിയിൽ നമ്മൾ എടുക്കുന്ന 2 വേരിയബിൾസ് ആണ്. നമ്മൾ എന്ത് കാര്യമാണ് ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുന്നത്, അതാണ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. അത് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഓർഗനൈസേഷൻ നമുക്ക് തിരിച്ച് എന്തിങ്ങോട്ട് തരുന്നു, അതാണ് ഔട്ട്കം എന്ന് പറയുന്നത്. നമ്മൾ ആ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുമല്ലോ, ആ റിസൾട്ടാണ് ഔട്ട്കം എന്ന് പറയുന്നത്. അതിൻ്റെ റേഷ്യോ, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടിൻ്റെയും റേഷ്യോ ആണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എംപ്ലോയി നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് അവിടെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരുടെ സമയം, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ എഫേർട്ട്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ലോയൽറ്റി, ഇതെല്ലാമാണ് അവിടെ കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട്കം
ഔട്ട്കം എന്ന് പറയുന്നത് എന്താണോ ഒരു ഇൻഡിവിജ്വൽ റിസീവ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനിൽ നിന്ന്, അതായത് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പേയ്മെൻറ്റ് കിട്ടും, റെക്കഗ്നീഷൻ ഉണ്ടാവും, ചിലപ്പോൾ സോഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതും ഇങ്ങോട്ട് കിട്ടുന്നതും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷൻ, അതിനെയാണ് ഇക്വിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിൽ പ്രത്യേകിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അവർ ഓരോ വ്യക്തികളും നോക്കിക്കാണുന്നത് നമ്മുടെ ഇൻപുട്ടും ഔട്ട്കമും തമ്മിലുള്ള ആ ഒരു റേഷ്യോ, അതിനുശേഷം കമ്പയർ ചെയ്യണം അതേ റേഷ്യോ നമ്മളുടെ അതേ വർക്ക് ചെയ്യുന്ന വേറൊരു വ്യക്തിയുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നു. ആ അതർ പേഴ്സൺ മേ ബി സം വൺ ഇൻ ദ വർക്ക് ഗ്രൂപ്പ്. ചിലപ്പോൾ നമ്മുടെ ടീമിൽ തന്നെയുള്ള ഒരാളായിരിക്കാം, നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ അതേ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അതേ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ആ കമ്പാരിസൺ തന്നെ നമ്മൾ ചെയ്യുന്നത് 3 തരത്തിലാണ്. ചിലപ്പം ആ ഇൻഡിവിജ്വലിന് എങ്ങനെയാണ് മേ ഫീൽ ഇക്വിറ്റബിളി റിവാർഡഡ്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായിട്ട് അതിന് ഇത്ര രൂപയ്ക്കുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതിനുള്ള ആ ഒരു റിവാർഡ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അസംഷൻ എന്ന് പറയുന്നത്, ഒരു ആറ്റിറ്റ്യൂഡ്. രണ്ടാമത് നമ്മൾ നന്നായിട്ട് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഔട്ട്കം എന്ന് പറയുന്നത് നമുക്ക് കുറവാണ്. മൂന്നാമത്തത് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന കുറവാണെങ്കിലും ഔട്ട്കം കൂടുതലാണ്, അതാണ് ഓവർ റിവാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് ഇക്വിറ്റി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വിറ്റി തിയറിയുടെ പ്രധാന ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്നുള്ളത് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ തിയറി കൊണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നത്, മാനേജേഴ്സ് to realize that equity motive tends to be one of the most important motive of the people of the organization. ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു തിയറി കൊണ്ടുവരികയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. കാരണം ആ വ്യക്തിക്ക് സ്വയം തന്നെയും അതേപോലെ മറ്റുള്ളവരെയും കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിനുള്ള പേയ്മെൻറ്റ് ഇങ്ങോട്ട് വരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തിയറി ബേസ് ചെയ്യുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ ശമ്പളം, അത് ഉറപ്പുവരുത്തുന്ന ഒരു തിയറിയാണ് ഇക്വിറ്റി തിയറി. ദ തിയറി റെക്കഗ്നൈസസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സോഷ്യൽ കമ്പാരിസൺ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിയറി വഴി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സമൂഹത്തിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ നമ്മൾ അതേപോലെ വർക്ക് ചെയ്യുന്ന ആളുകളെ ഒരു കമ്പാരിസൺ പ്രോസസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ക്ലിയറായി മനസ്സിലാക്കാം. ഇതൊരു റിയലിസ്റ്റിക് അപ്രോച്ചാണ്. ചില തിയറീസ് എന്ന് പറയുമ്പം ഇങ്ങനെ ഉണ്ടാവുമായിരിക്കാം എന്നൊക്കെ പറയുന്നത് അപ്ലൈ ചെയ്യുന്നുള്ള റിസൾട്ട് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു തിയറിയിൽ എന്ന് പറയുമ്പോൾ അത് റിയലിസ്റ്റിക് ആണ്. വർക്ക് എന്ത് ചെയ്യുന്നോ അതിന് തുല്യമായിട്ടുള്ള റിവാർഡ് കിട്ടുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ പോരായ്മകൾ ഈ തിയറിയുടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അസസ് ദ പെർസെപ്ഷൻ ഓർ മിസ്പെർസെപ്ഷൻ ഓഫ് പീപ്പിൾ അബൌട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്കം റിലേഷൻഷിപ്പ്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ അതിന് തുല്യമായിട്ട് റിവാർഡ് ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ, ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ കമ്പനി വിചാരിക്കുന്ന ഘടകങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന ഘടകങ്ങളും തുല്യമായിക്കൊള്ളുന്നില്ല. അവർ ഏത് അർത്ഥത്തിലാണ് അത് തരുന്നത് നമുക്ക് അറിയില്ല. ഇക്വിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പാരിസൺ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കമ്പയർ ചെയ്യാൻ എടുക്കുന്ന വ്യക്തി അതേപോലെ ഒരു വ്യക്തിയായി കിട്ടുക എന്നുള്ളത് ഡിഫിക്കൾട്ടാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു അപ്ലൈ തിയറി. ചില സർക്കംസ്റ്റാൻസസിൽ ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രെഡിക്ഷൻ ഓഫ് എംപ്ലോയി ബിഹേവിയർ, നമുക്ക് ഈ എംപ്ലോയി ഇത്ര നന്നായി വർക്ക് ചെയ്യുന്നൊന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് റിവാർഡ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. പിന്നെ തിയറി ഡസ് നോട്ട് മെൻഷൻ ദ ആക്ഷൻ വിച്ച് ആൻ ഇൻഡിവിജ്വൽ വിൽ ടേക്ക് ടു റീ എസ്റ്റാബ്ലിഷ് ഇക്വിറ്റി. ഇനി ഒരു വ്യക്തിക്ക് ഈ ഒരു തിയറി പ്രകാരം എത്രത്തോളം അയാൾ ഇക്വിറ്റബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് അത് മെൻഷൻ ചെയ്യുന്നില്ല, ഏത് ജോലിയിലൂടെയുള്ള എന്ത് വർക്ക് ചെയ്യുമ്പോഴാണ് ഓരോ ഇൻഡിവിജ്വലിനും ആ ഒരു ഇക്വിറ്റി റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ തിയറിയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇക്വിറ്റി തിയറി. ഇനി രണ്ടാമതാണ് വ്രൂംസ് എക്സ്പെക്റ്റൻസി മോഡൽ, പ്രതീക്ഷാ സിദ്ധാന്തം എന്നാണ് അതിന് പറയുന്നത്. എക്സ്പെക്റ്റൻസി തിയറി ഓഫ് മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്ത് വിക്ടർ വ്രൂമാണ്. ഇവിടെ വ്രൂംസ് എക്സ്പെക്റ്റൻസി തിയറി വ്യൂസ് മോട്ടിവേഷൻ ആസ് എ പ്രോസസ് ഓഫ് ഗവേണിംഗ് ചോയ്സസ്. നമുക്ക് ഒരുപാട് സെലക്ട് ചെയ്യാനുള്ള ചോയ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിന് ചില പ്രോസസ്സുകൾ ഗവേൺ ചെയ്യുന്നുണ്ട്, ചില പ്രതീക്ഷകൾ, നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും എന്നുള്ളതൊരു പ്രതീക്ഷയാണ്, ഒരു മോട്ടിവേഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു തിയറി എന്താണ് ശ്രമിക്കുന്നത്, എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, ഹൗ ആൻഡ് വൈ പീപ്പിൾ
ചൂസ് എ പെർട്ടിക്കുലർ ബിഹേവിയർ ഓവർ ആൻ ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അതിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി അധികം ചെയ്യുകയോ കുറച്ച് ചെയ്യുകയോ പുതുതായി ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരും നമ്മൾ പലപ്പോഴും. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ, എങ്ങനെയാണ്, വൈ, എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ചൂസ് ചെയ്യുന്നത്? ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? അതിൻ്റെ ഔട്ട്കം ചിലപ്പം അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെയും അപ്പുറത്തായിരിക്കാം. അപ്പം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല പേയ്മെൻറ്റ് കിട്ടുമെന്നുള്ള അതൊരു പ്രതീക്ഷയാണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ നല്ലൊരു ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അഡീഷണൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചൂസ് ചെയ്യുന്നു, ഒരു പ്രത്യേക സ്വഭാവ രീതികൾ ഉൾക്കൊള്ളുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചില മാറ്റങ്ങൾക്ക് വേണ്ടി. ആ മാറ്റം എന്തിനാണ്? നമുക്കിതൊരു മോട്ടിവേഷനാണ്. നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ, മാറി കുറച്ച് വർക്ക് അഡീഷണൽ ചെയ്താൽ നമുക്ക് ഇന്നത് കിട്ടും എന്നുള്ള, അപ്പോൾ ആ ഒരു മോട്ടിവേഷനാണ് അവിടെ വരുന്നത്. ഈ ഒരു തിയറിയിൽ സജസ്റ്റ് ചെയ്യുന്നത് മോട്ടിവേഷൻ 2 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാവുക. ഒന്ന്, ഹൗ മച്ച് ആൻ ഇൻഡിവിജ്വൽ ഡിസയേഴ്സ് എ പെർട്ടിക്കുലർ ഗോൾ ആൻഡ് ഹൗ ലൈക്ലി ഹി തിങ്സ് ഹി ക്യാൻ ഗെറ്റ് ഇറ്റ്. ഒന്ന്, എത്രത്തോളമാണ് ആ വ്യക്തിയുടെ ഡിസയർ, ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനുള്ള ഡിസയർ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും എങ്ങനെയാണ് അത് കിട്ടാൻ വഴിയുള്ളത് എന്നുമുള്ള ആ 2 കാര്യങ്ങളെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എ പേഴ്സൺസ് ലുക്കിംഗ് ഫോർ എ ജോബ് ആൻഡ് റീഡ്സ് ആൻ അഡ്വർടൈസ്മെന്റ് ഫോർ എ പൊസിഷൻ ഓഫ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിത്ത് എ സ്റ്റാർട്ടിംഗ് സാലറി ഓഫ് ₹3 lakh per year. നമ്മൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അവർ അഡ്വർടൈസ്മെന്റ് കണ്ടു, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. ഈവൻ ദോ ഹി മൈറ്റ് വാണ്ട് ദ ജോബ്, അയാൾക്ക് ആ ജോബ് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം. ഹി പ്രോബബ്ലി ഡസ് നോട്ട് അപ്ലൈ ബിക്കോസ് ഹി ഈസ് അവെയർ ദാറ്റ് ദർ ഈസ് ലിറ്റിൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ്. ചിലപ്പോൾ അയാളത് അപ്ലൈ ചെയ്തോളണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നെക്സ്റ്റ്, ഹി സീസ് ആൻ അഡ്വർടൈസ്മെന്റ്, അടുത്തൊരു ഫീൽഡ് സൂപ്പർവൈസറുടെ കിട്ടുന്നുണ്ട്, 1 ലക്ഷമാണ് ഒരു വർഷം വരുന്നത്. ഈ കേസിൽ അയാൾ റിയലൈസ് ചെയ്യുന്നത് എന്താണ്? ഹി ക്യാൻ പ്രോബബ്ലി ഗെറ്റ് ദ ജോബ്, ഇവിടെ എനിക്ക് പോവുകയാണെങ്കിൽ ജോബ് കിട്ടും. ബട്ട് സ്റ്റിൽ ഡസിൻറ്റ് അപ്ലൈ സിംപ്ലി ബിക്കോസ് ഹി ഡസിൻറ്റ് വാണ്ട് ഇറ്റ്. അതായത് അവരത് അപ്ലൈ പോലും ചെയ്യുന്നില്ല, കാരണം അത് കിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ ദെൻ ഹി കംസ് അക്രോസ് അനദർ അഡ്വർടൈസ്മെന്റ് ഫോർ എ മാനേജ്മെന്റ് ട്രെയിനി ഇൻ എ ബിഗ് ഓർഗനൈസേഷൻ. അവിടെ സാലറി 2 lakh കിട്ടും. ഹി ചൂസസ് ടു അപ്ലൈ ഫോർ ദിസ് ജോബ് ബിക്കോസ് ഹി വാണ്ട്സ് ഇറ്റ് ആൻഡ് ഓൾസോ തിങ്സ് ദാറ്റ് ഹി ഈസ് എ റീസണബിൾ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഇറ്റ്. മൂന്നാമതൊരു ഓപ്ഷൻ കൂടി വന്നപ്പം അവരത് സെലക്ട് ചെയ്യാനോ അപ്ലൈ ചെയ്യാൻ റെഡിയാണ്, കാരണം അവിടെ അത് കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ റൂമിൻ്റെ എക്സ്പെക്റ്റൻസി തിയറിയിൽ പറയുന്നത് ആളുകൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആവുന്നത് എന്തിനാണ്? ചില ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ഇത് ബേസ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്, ദേ എക്സ്പെക്ട് ദാറ്റ് സർട്ടൺ ആക്ഷൻസ് ഓൺ ദെയർ പാർട്ട് വിൽ ഹെൽപ്പ് ദം ടു അച്ചീവ് ദ ഗോൾ. ഓരോ വ്യക്തി എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് ചില പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രോസസ്സിലൂടെ പോകണം. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ആ പ്രോസസ്സിലൂടെ പോകണം എന്ന് നമുക്ക് തോന്നുന്നത് എന്താ? അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിവാർഡാണ്. അപ്പോൾ അവിടെ പ്രതീക്ഷയാണ്, എക്സ്പെക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് എക്സ്പെക്ട് ദാറ്റ് സർട്ടൺ ആക്ഷൻ ഓൺ ദെയർ പാർട്ട്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രവർത്തനം നടക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള ചില കൺസെപ്റ്റാണ് ഈ തിയറിയിൽ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, the theory assumes that behavior is determined by a combination of forces in the individual and the environment. നമ്മളൊരു കാര്യം അങ്ങനെ തീരുമാനിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫോഴ്സാണ് അതിലുണ്ടാവുന്നത്. ഒന്ന്, നമുക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില അറിവുകളുടെ ബേസിലാണ് നമ്മളതിലേക്ക് നീങ്ങുന്നത്. 2, the people make decision about their own behavior in organization. ഇവിടെ ആരാണ് തീരുമാനം എടുക്കേണ്ടത്? നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മുടെ ബിഹേവിയർ എങ്ങനെ വേണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. മൂന്നാമത്തത്, ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നീഡ്സ്, ഡിസയേഴ്സ് ആൻഡ് ഗോൾസ്. ഇപ്പം എൻ്റെ നീഡായിരിക്കില്ല വേറൊരാളുടെ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസയർ, ഗോൾ, അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. It assumes that people make the choices from among alternative plans of behavior based on their perception of the extent to which given behavior will lead to desired outcome. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 3 ടൈപ്പ് ജോലിയാണ് അയാൾക്ക് വന്നത്. പക്ഷേ അതിൽ അവർ തന്നെയാണല്ലോ സെലക്ട് ചെയ്യുന്നത്, ഇന്നത് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ വ്യക്തികളും അവരുടെ ചോയ്സ്
ഓൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ടാവും പ്ലാനുകൾ. അതിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് അവനവൻ്റെ പെർസെപ്ഷനും അല്ലെങ്കിൽ അവനവൻ്റെ ബിഹേവിയറും നമുക്ക് കിട്ടുന്ന ഔട്ട്കമ്മിലേക്ക് പോവാൻ എന്ത് ബിഹേവിയർ വേണമെന്നൊക്കെ തീരുമാനിക്കണം അവനവൻ തന്നെയാണെന്നാണ് പറയുന്നത്. വാലൻസ് ഇൻറ്റു എക്സ്പെക്റ്റൻസി, അതിലൂടെയാണ് മോട്ടിവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നു. അതിൻ്റെ ഫലമായി നമ്മൾ ആ ഗോൾ അറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നു. ഇതാണ് ഈ ഒരു തിയറിയിൽ ഒരു പ്രതീക്ഷയോടുകൂടി, ആ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് മോട്ടിവേഷനായി മാറുന്നത്. ആ മോട്ടിവേഷൻ നമ്മൾ പ്രവൃത്തിയിലേക്ക് വരുന്നു, പ്രവൃത്തി കൊണ്ട് ഫലമുണ്ടാവുന്നു, അതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഒരു തിയറിയിൽ പ്രധാനമായി നോക്കാനുള്ളതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി നോട്ട് ചെയ്യാം. റൂംസ് തിയറി ഈസ് എ ഹൈ പോപ്പുലർ ഇൻ അക്കാഡമിക് സർക്കിൾ. ഇതിൽ പ്രധാനമായിട്ടും ജനപ്രിയമായിട്ടുള്ളൊരു തിയറി എന്ന് പറയാൻ അക്കാഡമിക് സർക്കിളിലൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ഓൾട്ടർനേറ്റീവാണ്. കണ്ടന്റ് തിയറീസിൻ്റെ പകരം വെക്കാൻ പറ്റുന്ന ഒരു തിയറി തന്നെയാണത്. ഇത് ഹൈലി യൂസ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയറിനെ നമുക്ക് ഏറ്റവും അടുത്തറിയാൻ പറ്റുന്ന ഒരു തിയറിയും കൂടിയാണ്. ഇതൊരു കോഗ്നിറ്റീവ് തിയറിയാണ്. കാരണം കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ സ്വന്തമായിട്ട് ചിന്തിച്ച് അതിനാലോചിച്ച് നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ പ്രതീക്ഷകളെയും ഒക്കെ അർപ്പിച്ചുകൊണ്ടാണ് ഒരു ഫ്യൂച്ചർ ഇവൻറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കോഗ്നിറ്റീവ് ആണെന്ന് പറയാൻ കാരണം. ദ തിയറി ഹെൽപ്സ് ദ മാനേജർ ടു സീ ബിയോണ്ട് വാട്ട് മാസ്ലോ ഹെർസ്ബർഗ് സ്റ്റേറ്റഡ് ഇൻ ദർ തിയറീസ്. ഈ തിയറിയിൽ എന്ന് പറയുന്നത് ഒരു മാനേജറെ സംബന്ധിച്ചോളം മാസ്ലോൻ്റെയും ഹെർസ്ബർഗിൻ്റെ തിയറിനെക്കാട്ടിലും അപ്പുറത്തേക്ക് അവരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു തിയറി. കാരണം മാസ്ലോയിലും ഹെർസ്ബർഗിൻ്റെ തിയറിയിലൊക്കെ എന്താണ്, മോട്ടിവേഷൻ ടു വർക്ക് ഓൺലി ഒക്കേഴ്സ് വെൻ ദ വർക്ക് സാറ്റിസ്ഫൈ ആൻഡ് അൺസാറ്റിസ്ഫൈഡ് നീഡ്. ഇവിടെ നമ്മൾ നോക്കുന്ന തിയറിയിൽ പറയുന്നത് സാറ്റിസ്ഫാക്ഷനും അൺസാറ്റിസ്ഫാക്ഷനുമാണ് ഇവിടെ നോക്കുന്നത്. പക്ഷെ അതിനേക്കാൾ മുകളിലായിട്ട് നമ്മൾ ഔട്ട്കം ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് വരുന്നതാണ് ഈ റൂംസിൻ്റെ എക്സ്പെക്റ്റൻസി തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റുകൾ എന്തൊക്കെയാണ്, പോരായ്മകൾ എന്തൊക്കെയാണ്? ഫർദർ റിസർച്ച് ഈസ് എ നെസറി ടു കൺഫേം ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ എവിഡൻസ് ആർ സപ്പോർട്ടിങ് ദ തിയറി. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഒരു തിയറി സപ്പോർട്ട് ചെയ്യുന്ന എത്ര വരേക്കാണ് തെളിവുകൾ നമുക്കുള്ളത്, അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്കറിയണം. അതേപോലെ ഈ തിയറി അസ്യൂം ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് മേക്ക് ഡെസിഷൻസ് കോൺഷ്യസ്ലി. ഓരോ വ്യക്തിയും ഓരോ ഡെസിഷൻ എടുക്കുന്നത് മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർവമാണ്, അവരുടെ ബോധത്തോടു കൂടി തന്നെ എടുക്കുന്ന ഡെസിഷനാണ്. ബട്ട് ദർ ആർ എ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് വെർ ഡെസിഷൻസ് ആർ ടേക്കൺ വിത്ത് നോ കോൺഷ്യസ് തോട്ട്. ചില സമയങ്ങളിൽ ചില തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ ഒട്ടും ചിന്തിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളും ആവാം. ഫോർ എക്സാമ്പിൾ ഇൻ റുട്ടീൻ വർക്ക് പീപ്പിൾ ഓഫൺ മേക്ക് ഡെസിഷൻസ്. ഇപ്പോൾ ദിവസവും ചെയ്യുന്ന ജോലിയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഓരോ ഡെസിഷൻസൊക്കെ നമ്മളവിടെ എങ്ങനെ എടുത്തു, അതിന് നമ്മൾ ഇത്രത്തോളം കോൺഷ്യസ് ആയിക്കൊള്ളുന്നില്ല. ദിസ് തിയറി ഈസ് നോട്ട് ടെസ്റ്റഡ് ഫുള്ളി ഓൺ എ എംപിറിക്കൽ ബേസിസ്. ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടൊന്നും ഈ തിയറീനെ നമുക്ക് അതിൻ്റെ റിസൾട്ടൊന്നും പറയാൻ പറ്റിയിട്ട് ടെസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇതൊരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു തിയറിയാണ്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ടു ടെസ്റ്റ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. മൊത്തത്തിൽ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുക അതിന് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. മെനി മാനേജേഴ്സ് ഡു നോട്ട് ഹാവ് ടൈം. പിന്നെ പല മാനേജേഴ്സിനും ഇങ്ങനെയൊക്കെ ഓരോ വ്യക്തികളിൽ ഇത് എന്താണെന്ന് അറിയാനും നോക്കാനുള്ളൊരു സമയമൊന്നും അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിസോഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത്തരത്തിലുള്ളൊരു കോംപ്ലെക്സ് മോട്ടിവേഷണൽ സിസ്റ്റം ഒക്കെ ജോബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സമയമോ റിസോഴ്സൊന്നും പലർക്കും കിട്ടാറില്ല എന്നാണ് വേറൊരു ഡീമെറിറ്റ്. പിന്നെ പറയുന്നത് ഈ തിയറി ഓപ്പറേറ്റ് ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്, അവിടെ വേർ ദ എംപ്ലോയീസ് ഹാവ് ഫ്രീഡം ടു മേക്ക് ദെയർ ചോയ്സസ് എമംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഓർ ബിഹേവിയർ. ഒന്നിലധികം ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഉണ്ടാവുകയും അതിലേത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ഫ്രീഡം എംപ്ലോയിക്ക് കിട്ടുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ മാത്രമാണ് ഈ തിയറിക്ക് പ്രാധാന്യമുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ജോലിക്ക് പോകുമ്പോൾ കുറേ ഓൾട്ടർനേറ്റീവും അതിൽ നമ്മൾ ഏതാണെന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചെടുക്കുമ്പോൾ മാത്രമാണല്ലോ ഈ ഒരു എക്സ്പെക്റ്റൻസി തിയറി അവിടെ ഫലവത്താവുന്നത്. അതായത് പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു മോട്ടിവേഷനെ നമ്മൾ ആ പ്രതീക്ഷയോടുകൂടി ആ മോട്ടിവേഷൻ ഉണ്ടാവുകയും വർക്ക് ഏറ്റെടുക്കുകയും നല്ല ഔട്ട്കം ഉണ്ടാവുകയും അതുവഴി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ളൊരു സിസ്റ്റം ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണല്ലോ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. ആരും നമ്മളെ കമ്പൽ ചെയ്തിട്ടോ ഫോഴ്സ് ചെയ്തിട്ടോ അല്ല. അപ്പോൾ അവിടെ എംപ്ലോയീസിനൊരു ഫ്രീഡം കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്യാൻ ചോയ്സുകൾ ഉണ്ടെങ്കിൽ അവർക്കത്
ഡിസിഷൻ എടുക്കാൻ എംപ്ലോയീസിന് അനുവാദമുള്ള സിറ്റുവേഷനിൽ മാത്രമാണ് ഈ തിയറി അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെയാണ് ഈ ഒരു തിയറിയുടെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 തിയറീസാണ് പഠിച്ചത്. പ്രോസസ് തിയറി എന്ന് പറയും. ആ പ്രോസസ് തിയറിയിൽ പ്രധാനപ്പെട്ട 2 തിയറി ഇവിടെ നോട്ട് ചെയ്തു നമ്മൾ. ഒന്ന്, എന്താണ് ഇക്വിറ്റി തിയറി. അപ്പോൾ ഇക്വിറ്റി തിയറി എന്താണെന്നുള്ളത് നോട്ട് ചെയ്യുക. ഒപ്പം തന്നെ ആ തിയറിയുടെ അസംഷൻസും അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും നോട്ട് ചെയ്യാം. പിന്നെ നോക്കേണ്ടത് എന്താണ് എക്സ്പെക്റ്റൻസി മോഡൽ. ഈ 2 തിയറീസ് നമുക്ക് 2 മാർക്സിന് എന്താണെന്ന് ചോദിക്കാം. അതിൻ്റെ അസംഷൻ നോട്ട് ചെയ്യുക, അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇത്ര മാത്രമാണ് ഈ 2 തിയറിന്ന് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഒരു പോയിന്റുകളെല്ലാം മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്